ായി നിവിൻ പോളി എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വാഹനം അവിടേക്ക് എത്തുകയാണ്. നിവിൻ പോളിയുടെ കാറാണത്. നിവിൻ പോളി വാർത്താ സമ്മേളനത്തിനായി എത്തുകയാണ്. ആദ്യം ഒരു അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. സത്യത്തിൽ ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഈ പരാതി വ്യാജമാണെന്നും അടിസ്ഥാനരഹിതമാണെന്നും ഉള്ള ഒരു കുറിപ്പ് നിവിൻ ഇട്ടിരുന്നു. നിവിൻ പോളി വളരെ കോൺഫിഡന്റ് ആയാണ് വരുന്നത്. ഇത് വ്യാജ ആരോപണമാണ്. അങ്ങനെ ഒരു ഭൂതമുണ്ടോ? ഈ ഭൂതത്തെ താൻ ഇപ്പൊ പേടിച്ചാൽ ഈ ജന്മം തനിക്ക് അവരെ വീട്ടിൽ നടക്കാൻ ഒക്കില്ല. ഇല്ലേ? ഇല്ല. നിവിൻ പോളിക്കെതിരായ പീഡന പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായി പെൺകുട്ടി. ദുബായിലെ ഹോട്ടലിൽ വെച്ചാണ് ദുരനുഭവമുണ്ടായത്. ഈ ഫയൽ നോക്കിയേ, ഇത് മുഴുവൻ ഇവരെ കുറിച്ചുള്ള പരാതികളാ. പുതിയ പരാതി എഴുതിക്കോ. നിവിൻ പോളി ക്രൂരമായി പെരുമാറിയെന്നും വെളിപ്പെടുത്തൽ. സ്വന്തമായിട്ട് ഓരോന്ന് ആലോചിച്ചു കൂട്ടിട്ട് അതൊക്കെ സത്യമൊന്നും കരുതരുത്. ചിലപ്പോൾ പാടെ തെറ്റായിരിക്കും. ദിവസങ്ങളോളം മുറിയിൽ പൂട്ടിയിട്ട് മയക്കുമരുന്ന് കലക്കിയ വെള്ളം നൽകി പരാതി നൽകിയിരുന്നുവെങ്കിലും കാര്യക്ഷമമായ അന്വേഷണം നടത്തില്ല. കേൾക്കുക എന്നുള്ളത് ഒരു മര്യാദയാണ്, അത് മനസ്സിലാക്കണം. പുതിയ എന്തെങ്കിലും നുണയായിരിക്കും പറയാനുള്ളത്. നിവിൻ പോളി, ബിനു, ബഷീർ, കുട്ടൻ എന്നിവരെ പരിചയപ്പെട്ട് എന്നെ ഒരു 3 ദിവസം റൂമിൽ ലോക്ക് ചെയ്ത് ശാരീരികവും മാനസികമായ പീഡനങ്ങൾ അനുഭവിക്കും. ഒരു 3 ലക്ഷം രൂപ കൊടുത്തു. ഈ സംഭവം നടന്നത് ദുബായ് വെച്ചായിരുന്നു. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഞാൻ. ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്നോളാ പാട്ടികളെ. ദുബായ് നടന്ന സംഭവം ആയതുകൊണ്ട് ഇതിനൊരു തെളിവില്ലാത്തതുകൊണ്ട് അവർക്ക് അന്വേഷിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് അവർ കള്ളത്തരം പറയുന്ന പോലുള്ള രീതിയിലാണ് അത് നമുക്ക് അനുഭവപ്പെട്ടത്. ഏത് അന്വേഷണത്തിനും, ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇനി ധീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരജിക്ക് എന്ന് സന്തോഷമുള്ളൂ. മാധ്യമങ്ങളെ കാണേണ്ടി വന്നാൽ ഞാൻ കാണും. ഇതേപോലെ എന്തെങ്കിലും സംസാരിക്കേണ്ടി വന്നാലും ഞാൻ സംസാരിക്കും. സർക്കാർ അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആൺകുട്ടിയെ കണ്ടു. പുള്ളി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു അലിഗേഷൻ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ പെൺകുട്ടി ഞാൻ അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ ഇത്രയും ഇതിനകത്ത് പറയുന്ന അലിഗേഷൻസ് ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല സാർ എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളെ പറ്റി ഏകദേശം ഒരു രൂപ എനിക്ക് പിടികിട്ടി. നിങ്ങളുടെ ഒരടവും ഈ ഗോപാലകൃഷ്ണ പണിക്കരുത്ത് എടുക്കണ്ട. മര്യാദെങ്കിൽ പണിക്കൊരു മര്യാദ, പേശകയ പണിക്കൊരു മഹാപേശക. എനിക്ക് ഒരു പരിചയമില്ല. ഇത് ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടിട്ടില്ല. ഈ പറയുന്ന അലിഗേഷൻസ് കംപ്ലീറ്റ്ലി ഫോൾസ് ആണ്. അതിന് ഞാൻ നിയമത്തിന്റെ എന്ത് കാര്യത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഈ കളി നമ്മൾ തമ്മിലാണ്. ന്യായം എന്റെ പക്ഷത്തും. അതുകൊണ്ട് തന്നെ ജയവും എനിക്ക് തന്നെ ആവണം. എങ്ങും പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. ഇത് മനഃപൂർവ്വമായിട്ടുള്ളൊരു ആരോപണമാണ്. ഇത് ഒരാൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് എടുക്കുന്ന തീരുമാനമാണോ, ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. നിയമ നടപടികൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. എല്ലാം നിയമത്തിന്റെ വഴിക്ക് നടക്കണം.